പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. റിഫാർ അഹമ്മദിന്റെ മരണത്തിൽ മലബാർ ആശുപത്രിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി തുറക്കൽ ജനകീയ സമിതി ഇന്ന് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ അണിനിരന്നു. മനുഷ്യജീവിന് വിലയറിയാത്ത കൊലയാളികളാണ് ഡോക്ടർമാരെ, കൊലയാളികളാണ് ഡോക്ടർമാരെ. ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ. തുറക്കലങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് സമീപം പോലീസ് തടഞ്ഞു. തുറക്കൽ പള്ളി റോഡിൽ കോതാളത്തിൽ മൊയ്തീൻ എന്ന ഷാന്റെ മകൾ റിഫാർ അഹമ്മദ് കഴിഞ്ഞ മാസം 29-നാണ് മരിച്ചത്. ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മലബാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ നിന്നാണ് മരിച്ചത്. ചൊറിച്ചിലിന് ചികിത്സ തേടിയെത്തിയ റിഫയ്ക്ക് മലബാർ ആശുപത്രിയിൽ നൽകിയ ചികിത്സയെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ബഹിഷ്കരണവും ഒരു സമരമാണ്. പിന്നെ ആശുപത്രിക്കാർക്ക് ഇപ്പോൾ ഒരു നിലപാടുണ്ട്. എന്താണ് ആ നിലപാട്? ആശുപത്രിയെയും ഡോക്ടർമാരെയും സംരക്ഷിക്കാൻ കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയമം. ആ നിയമത്തിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷെ ഇത്തരം തോന്നിയാസികളായിരിക്കുന്ന ആളുകൾ, ഇത്തരം തെമ്മാടികൾക്ക് അവരുടെ തെമ്മാടിത്തത്തിന് വളം നൽകാനുള്ളതാണ് അത്തരം നിയമങ്ങളെങ്കിൽ ചിലപ്പോൾ വികാരപരമായി ജനം അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുന്നത് നന്നായി. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഭയപ്പെടുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് ഭയപ്പാടുകളില്ല എന്നുള്ളത് മലബാർ ആശുപത്രിയിലെ മാനേജ്മെന്റ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം രാഷ്ട്രീയവും അല്ലാതെയും മഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങുന്നവരാണ് ഞങ്ങൾ. മഞ്ചേരിയിലെ സബ് ജയിലുകളിൽ കടന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ അങ്ങനെ ഒരു ആശുപത്രി സംരക്ഷണ നിയമത്തിന്റെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വരണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഞങ്ങൾ ആ സാഹചര്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ തീർത്തും ജനാധിപത്യപരമായി, ഞങ്ങൾ തീർത്തും പൊതുസമൂഹത്തോട് പറയുന്നു, ഇവരെ ഈ ആശുപത്രി എന്ന് പൂട്ടിക്കെട്ടുന്നോ അന്നേ മഞ്ചേരിയിലെ ജനങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്നുള്ള കത്യാകും പറക്കുന്നു. ഇവിടെ ഈ റിഫമോള് മാത്രമല്ല, ഇതിനു മുമ്പും എന്റെ അനുഭവം വെച്ച് 2 പെൺകുട്ടികൾ പ്രസവിച്ച് മരിച്ച സംഭവം എനിക്കറിയാവുന്നതാണ്. ആ കുട്ടികളുടെ ആ കുഞ്ഞു പൈതങ്ങൾ ഇപ്പൊ ഒരു കുട്ടിക്ക് 1 വയസ്സായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം 2-3 സംഭവം എന്റെ അറിവിൽ തന്നെ ഇവിടെ നടന്നു കഴിഞ്ഞു. അറിയാത്തത് പല നാട്ടിലുള്ള ആളുകൾ ഇപ്പൊ ഈ സംഭവം കഴിഞ്ഞപ്പോൾ നമ്മളടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ മരണം നമ്മൾക്ക് ഉണ്ടാവും, അത് ഉറപ്പാണ്. എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കും. അത് നമ്മൾ ജനിച്ചപ്പോ തന്നെ നമുക്ക് ഉറപ്പാണ് നമ്മൾ മരിക്കുന്നില്ലത്. പക്ഷെ കഷ്ടപ്പെട്ട് മരിപ്പിച്ചു എന്നുള്ള ഒരു സമ്പ്രദായമാണ് ഇപ്പൊ മലബാർ ഹോസ്പിറ്റൽ ഇവിടെ ചെയ്തത്. ഇവിടെ ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് 100 കണക്കിന് സ്ത്രീകൾ കണ്ണീരോടുകൂടി ഈ പ്രകടനത്തിൽ നിൽക്കാനുള്ള കാരണം, ഞങ്ങളൊക്കെ എത്രയോ തവണ ഈ ആശുപത്രിയിൽ ഓരോ രോഗികളുമായി ഞങ്ങൾ രോഗികളായി ഇവിടെ കിടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒന്ന് വെച്ചുത്തിയാൽ പോലും ഇവിടെ കൊണ്ടുവന്നാൽ 2000-2500 ഉറുപ്പിക അതിൻ്റെ അകത്തുനിന്ന് പോകാൻ കഴിയില്ല. ഇവിടെ നേരത്തെ മജീദ് പറഞ്ഞതുപോലെ നമ്മളെ മെഡിക്കൽ കോളേജിൽ 1/2 മണിക്കൂറും 3/4 മണിക്കൂറും നിൽക്കുന്നത് ആ ഒരു പ്രയാസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ മലബാർ ഹോസ്പിറ്റൽ പോലെയുള്ള ഇത്രയും വലിയ ആശുപത്രിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇവിടെ ചെയർപേഴ്സൺ പറയുമ്പോൾ, അല്ലെങ്കിൽ മജീദ് പറയുമ്പോൾ നമ്മുടെയൊക്കെ വികാരം നെഞ്ചിനകത്ത് വിങ്ങലാണ്. ഏകദേശം 2 മണിക്കൂർ റീഫ ഇവിടെ കടന്നപ്പോൾ 16,000-ൽ-അധികം രൂപയാണ് ഇവിടെ ബില്ല് വന്നിട്ടുള്ളത്. അവർക്ക് ആ ബില്ല് കിട്ടേണ്ടത് എടുക്കാമായിരുന്നു. അതിൽ 7,600 ചില്ലാനും ഉറുപ്പിന്റെ മരുന്ന് ആ കുട്ടിയുടെ മേറ്റിൽ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇവർ പറഞ്ഞ ഇഞ്ചക്ഷൻ ഏകദേശം എത്ര രൂപ വിലയുണ്ട്. നിരന്തരം ഞങ്ങൾ പ്രഷർ ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് മെഡിസിൻ ഡീറ്റെയിൽസ് ഈ ആശുപത്രിക്കാരെ തരാൻ ഞങ്ങൾക്ക് തയ്യാറായത്. എന്തിനാണ് ഇവർ മറച്ചു വെക്കുന്നത്? ഇപ്പോ ഈ സംഭവം നടന്നതിന് ശേഷം തന്നെ ആശുപത്രിയിൽ ഭയങ്കര വികസനമാണ് ഉണ്ടാകുന്നത്. നോക്കുക, നേരെ മുന്നിൽ വലിയ ഒരു ക്യാമറ. കുട്ടികളോ മറ്റോ ആളുകളോ മരിച്ചാൽ വെക്കേണ്ടത് ഡോക്ടറെയല്ല, ക്യാമറയാണെന്ന് തെളിയിച്ചൊരു ആശുപത്രി.
അവരെ സ്വസ്ഥമായിട്ട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്യാമറ വെച്ചത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ഏത് ക്യാമറ വെച്ചാലും ആ ക്യാമറയുടെ മുന്നിൽ കൂടി നെഞ്ഞും വിരിച്ച് ഞങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് അറിയാതിട്ടല്ല, പക്ഷേ ഞങ്ങൾക്ക് ജസ്റ്റിസ് ഫോർ റിഫ. ഇതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ മാത്രം 4 ആളുകളാണ് മരിച്ചിട്ടുള്ളത്. 4 ആളുകൾ. ഇനി ഒരു 5ാമതൊരാള് ഇത്തരത്തിലുള്ള ആളുകള് മരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, നാട്ടിൽ അനുവദിക്കില്ല എന്നാണ് സൂചിപ്പിച്ചു. ഈ സമരം ഇന്നിവിടെ അവസാനിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വേദന നമുക്കുണ്ട്. ചെറിയ ചെറിയ പ്രയാസങ്ങൾ കൊണ്ടാണ് മരണം ഈ പറയുന്ന ആളുകൾക്ക് ബന്ധപ്പെട്ടിട്ടുള്ളത്. 1-2 കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അതിനു ശേഷമൊക്കെ ഇങ്ങനെ ഡോക്ടർമാരുടെ ഇടയിൽ നിന്ന് നമുക്ക് വലിയ പ്രയാസം സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊരു അന്വേഷണത്തിലെത്തി ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള തീരുമാനം നമുക്കെല്ലാവർക്കും കിട്ടണമെന്നുള്ളതാണ് നമ്മൾ അറിയിക്കുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ സമരത്തിന്റെ ഭാഗമായി ഇനിയും സമരങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പ്രതിഷേധത്തിന് ഒരു ഉത്തരം എന്നുള്ള നിലയിൽ ഞാനതിനെ വാറോല എന്നാണ് വിശേഷിപ്പിക്കാറ്. നമ്മുടെ മലബാർ ആശുപത്രി ഒരു വാറോല ഇറക്കിയിട്ടുണ്ട്. ആ വാറോലയിൽ പറയുന്നത്, സാധാരണ ആശുപത്രികളൊക്കെ ഇറക്കാറുള്ളത് മെഡിക്കൽ ബുള്ളറ്റിനാണ്. എന്തെങ്കിലും ഒരു ചികിത്സ പിഴച്ചു കഴിഞ്ഞാൽ ഇറക്കാറുള്ളത് മെഡിക്കൽ ബുള്ളറ്റിനാണ്. പക്ഷെ മലബാർ ആശുപത്രി ഇറക്കിയത് ഒരു വാറോലയാണ്. അത് നേരത്തെ മജീദാക്ക സൂചിപ്പിച്ചതുപോലെ തെറ്റുകൾ കൊണ്ടുള്ള ഒരു സാധനം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില സംഗതികൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അനാഫലിറ്റിക് ഷോക്ക് ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അനാഫലിറ്റിക് ഷോക്ക് എന്ന് പറയുന്ന സാധനം, നമ്മളൊക്കെ നെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മളൊന്ന് സെർച്ച് ചെയ്യണം. ഒരു ചൊറിച്ചിലുണ്ടായാൽ, സ്നീസിങ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇച്ചിങ് ഉണ്ടായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പ്രാഥമികമായി ചെയ്യേണ്ട ചികിത്സ സിട്രിസം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ മലബാർ ആശുപത്രിയുടെ ആ വാറോലയില് കൊടുത്തതായി കാണുന്ന ഒരു സാധനത്തില് സിട്രിസൺ ഇല്ല. മറിച്ച് അവർ കൊടുത്തതായി പറയുന്നത് സ്റ്റീറോയിഡ് കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ, വൈസ് ചെയർമാൻ VP ഫിറോസ്, വലാഞ്ചിറ അബ്ദുൾ മജീദ്, KKB മുഹമ്മദ് അലി, യാഷിഖ് മേച്ചേരി, ലത്തീഫ് വലാഞ്ചിറ, ഖാലിദ് മഞ്ചേരി എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.